രാവിലെ എണീറ്റ് എല്ലാവരും റെഡിയായി പോയത് നമ്മുടെ ടാനിയ മോളുടെ ഉറപ്പീരിനാട്ടോ. അപ്പോൾ രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മൂസിൻ്റെ വീട്ടിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ രാവിലെ അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ നല്ല റെഡിയായി അവരുടെ വീട്ടിൽ പോയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കുറേ നാൾക്ക് ശേഷമാണ് കട്ടപ്പനയിൽ അമ്മൂൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിക്കുകയും അമ്മൂൻ്റെ നാത്തൂനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം ഇങ്ങനെ ഇടയ്ക്കുള്ള മീറ്റിംഗ് ആയതുകൊണ്ട് തന്നെ അതെപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. അവിടെ എപ്പോഴും സ്വീറ്റ്സ് ഉണ്ടാവും കേട്ടോ. അത് അവരുടെ ഒരു ട്രേഡ് മാർക്കാണ്. പപ്പയ്ക്ക് സ്വീറ്റ്സ് വെക്കുക ഒരു ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ ഉറ്റുനോക്കിയായിരിക്കും കേട്ടോ അങ്ങോട്ട് പോകുന്നത്. അന്നൊരു ഹൽവ ഭയങ്കര ഹിറ്റായിരുന്നു. ഇനി ഞങ്ങളെല്ലാം അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിക്കുകയും നമ്മുടെ ബേക്കറി കഴിക്കുകയൊക്കെ ചെയ്തു. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പവും സ്റ്റൂവും നമ്മുടെ ഇറച്ചിക്കറിയും ചപ്പാത്തിയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനോ സാധിച്ചില്ല. ടോമിൻ്റെ ബർത്ത്ഡേയും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഇവർ പിള്ളേരുള്ളപ്പോൾ ജോർജ് ടീം കാനയില്ല, കാനയല്ല ഇവരോടുകൂടി 1-2 മാസമായിട്ട് കാനയായിരുന്നു. അപ്പയുടെ അമ്മയുടെയും 35th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. പിന്നെ ടോമിൻ്റെ ബർത്ത്ഡേ, അപ്പൂസിൻ്റെ ബർത്ത്ഡേ ഒന്നും ആ സമയത്ത് ആഘോഷിച്ചില്ല. അതിൻ്റെ കേക്കെല്ലാം മുറിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഞങ്ങൾ ഉറപ്പീരെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പിരിയാണ്. ഞങ്ങൾ അപ്പൂനെ കാണുകയില്ല, വരുകയില്ല എന്ന് പറഞ്ഞെടുത്ത് അപ്പൂന് വരാൻ പറ്റി, കാണാൻ പറ്റി. അത് തന്നെ വലിയ സന്തോഷം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബായ് എല്ലാം പറഞ്ഞാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നത്. അപ്പം ചെറിയൊരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അമ്മവും ടെസ്സേ ഞങ്ങളുടെ കൂടെ കണ്ണൂരിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ബസ് കയറി നാട്ടിലേക്ക് കണ്ണൂരിലേക്ക് യാത്ര പുറപ്പെട്ടു. ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങും. പോകുന്ന വഴിക്ക് കണ്ട ഒരു പെട്ടിക്കടയിൽ നിർത്തി ചായയും കാപ്പിയും നാരങ്ങ വെള്ളവും സ്നാക്സും എല്ലാം കഴിച്ചു. കാരണം എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. മല ഇറങ്ങി വരുന്നതുകൊണ്ട് ഇടയിലൊന്നും നമുക്ക് കടയില്ലല്ലോ. അപ്പോൾ ആദ്യം കണ്ട കടയിൽ തന്നെ നിർത്തി അവിടെ നിന്ന് ചെറുതായിട്ട് കഴിച്ചിട്ടാണ് താഴോട്ട് വന്നത്. മാമനും മക്കളും നല്ല കമ്പനിയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഡിന്നർ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് ട്രെയിൻ കയറിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തോട്ട് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ ഇറങ്ങി. ശ്യാമും നോക്കൂട്ടനും ഭയങ്കര കമ്പനിയായിരുന്നു. ശ്യാമ ഞങ്ങളുടെ കൂടെ സ്റ്റേഷൻ വരെ ഉണ്ടായിരുന്നു. ശ്യാമ നീറ്റ് പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അവിടെ പഠിക്കാനായിട്ട് വരുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സേഫാക്കി നിർത്തിയിട്ടാട്ടോ ശ്യാം പോയത്. അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാൽ ട്രിപ്പ് ഇവിടെ അവസാനിച്ചു കേട്ടോ.